എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുഞ്ഞുവാവയുടെ പോലെയുള്ള ഒരു പാവക്കുട്ടീനെയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് നമുക്കൊരു പാറ്റേൺ വേണമല്ലോ. അപ്പോൾ ഞാനത് പേപ്പറിൽ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലയ്ക്ക് വേണ്ടിയിട്ടും ബോഡിക്ക് വേണ്ടിയിട്ടും കൈകളും കാലുകളൊക്കെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കിതിന് തുണി ആവശ്യമുണ്ട്. ഞാനിവിടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സ്കിൻ കളർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതില്ലയെന്ന് വെച്ചാൽ സ്കിൻ കളറായിട്ടുള്ള പഴയ ലെഗിങ്സോ പെറ്റിക്കോട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ആദ്യം തന്നെ നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം 22 സെൻറ്റിമീറ്ററും വീതി 16 സെൻറ്റിമീറ്ററുമാണ്, അതായത് നടുക്കിലത്തെ വീതി. ഈ ഒരു ആകൃതിയിൽ നമ്മൾ വരച്ച് തുണിയിൽ കട്ട് ചെയ്തെടുക്കുക. 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 2 എണ്ണം കൂടി ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യണത്. നമുക്ക് കൈ വെച്ചിട്ട് തുന്നി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലുള്ള ഡോൾസൊക്കെ ഞാൻ കൈ വെച്ചിട്ട് തുന്നി ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മേൽഭാഗത്ത് ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാലിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. കാലിന് വേണ്ടി നമ്മൾ 4 എണ്ണമാണ് ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 എണ്ണം ഇതേപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ 2 കാലിനുള്ളതായിട്ടോ, അതായത് ഒരു സൈഡിലേക്ക് 2 എണ്ണം മറ്റേ സൈഡിലേക്ക് 2 എണ്ണം. കുഞ്ഞു വാവകളുടെ കാല് ഇതുപോലെയല്ല ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതും നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മേൽഭാഗത്ത് നേരത്തെ പോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗത്ത് കാൽപാദത്തിൻ്റെ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണം ചെറുത് കാൽപാദത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയായിട്ട് ഇങ്ങനെ വച്ച് ചുറ്റുമുള്ള ഭാഗം ചേർത്ത് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് തുന്നി കൊടുത്താലും മതി കേട്ടോ. ഞാനിത് കൈ വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ തുന്നിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ കൈകളും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ പുറത്തെടുക്കുക. ഉള്ളിലുള്ള ഭാഗം നമ്മൾ പുറത്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതെല്ലാം ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത് ഫൈബറാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഡോളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കളയാണ്ട് എടുത്ത് വെച്ചാൽ മതിയാവും. ഇതല്ലെങ്കിൽ നമുക്കതിന് പകരം കോട്ടൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പഴയ തുണികൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് ഇതിൽ ഫില്ല് ചെയ്തെടുക്കണം. പിന്നെ കൈ വെച്ചിട്ട് ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാനിതിപ്പോൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മേൽഭാഗത്ത് നമ്മൾ തുന്നി യോജിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ കൈകളും കാലുകളും എല്ലാം ഫൈബർ ഫില്ല് ചെയ്ത് ആ ഗ്യാപ്പെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ ബോഡിയിൽ കൈ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. കൈ കറക്റ്റായിട്ട് ആ സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് കുറച്ചധികം പ്രാവശ്യം നമ്മൾ തുന്നിയെടുക്കുക. ലൂസാക്കി പിടിച്ചിട്ട് തുന്നിക്കഴിഞ്ഞാൽ നമ്മൾ തുന്നലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നൂലൊക്കെ പുറത്ത് കാണും. അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ തുന്നിയെടുക്കണം. കുറേ പ്രാവശ്യം തുന്നിയെടുക്കുക കേട്ടോ. കാരണം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണമല്ലോ, അല്ലെങ്കിൽ കൈ വിട്ട് പോരുമല്ലോ. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ മറ്റേ കൈയും കൂടി തുന്നിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കാലുകളും തുന്നിയെടുക്കണം. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ചേർത്ത് പിടിച്ച് നന്നായിട്ട് തുന്നിയെടുക്കാം. ഞാനങ്ങനെ കാലുകളും തുന്നിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കാലിലെ വിരലുകളാണ് തുന്നിയെടുക്കേണ്ടത്. അതിനായിട്ട് 4 പോയിൻറ്റ്സ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്ത് താഴേന്ന് ഇങ്ങനെ സൂചി കടത്തി ഈ നൂല് ഇങ്ങനെ താഴെ കൂടെ ഇങ്ങനെ എടുത്ത് വീണ്ടും നമ്മൾ ആദ്യം തുന്നിയില്ലേ ആ പോയിന്റിൽ തന്നെ വീണ്ടും തുന്നിയെടുക്കുക. അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ നൂല് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓരോ വിരലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഇനി ഇവിടെ തന്നെ ഒരെണ്ണം നമ്മൾ സൈഡിലേക്കും കൂടി ഈ നൂലിങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തള്ളവിരലിനും ചെറുവിരലിനും ആണ് നമ്മളിങ്ങനെ സൈഡിലേക്കും കൂടി തുന്നിയെടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ താഴേക്ക് ഇങ്ങനെ നൂല് വെച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഓരോ വിരലും ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് നൂല് വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ വിരലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ ഈ ഒരു കാല് റെഡി ആയിട്ടുണ്ട്. അടുത്ത കാലം അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കാലും ഇങ്ങനെ ചെറിയ മടക്കുകൾ പോലെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ നൂലിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ മടക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യണത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സെയിം കളർ നൂല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും.
ഞാൻ ഈ ഒരു രീതിയിൽ എവിടെയൊക്കെയാണോ മടക്കുകൾ വേണ്ടത് അവിടെയൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ട് നിൽക്കുന്ന നൂല് നമ്മൾ കെട്ടിയിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റി കളയുകയാണ് ചെയ്യേണ്ടത്. ഈ മുട്ടിൻ്റെ ഭാഗത്തും 1-2 മടക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് നൂല് വലിച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ മടങ്ങിയിരിക്കുന്ന പോലത്തെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇതേ രീതിയിൽ ഞാൻ മറ്റേ കാലിലും കൂടി ചെയ്തെടുക്കാൻ പോവാണ്. അതുപോലെ കയ്യിലും ബേബീസിന് ചെറിയ മടക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ തുന്നിയെടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിലെ വിരലുകളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വിരലുകൾ ചെയ്തെടുത്തിട്ടുണ്ട്, മടക്കി പിടിച്ച പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 3 പോയിൻറ്റ്സ് ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കാലിൽ ചെയ്തില്ലേ, കാലിൻ്റെ വിരലുകൾ ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ താഴേന്ന് ഇങ്ങനെ സൂചി എടുക്കുക, നൂല് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ ഓരോരോ വിരലുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്കിതിന് തല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 11 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് അത് മാതൃകയാക്കിയിട്ടാണ് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ എത്ര സൈസ് വേണോ തലയ്ക്ക് അതിൻ്റെ ഇരട്ടി സൈസിലുള്ള റൗണ്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലെങ്ങനെയാണ് തുന്നി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് ഇതേപോലെ നമ്മൾ തുന്നിയെടുക്കുക. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അതായത് ഇങ്ങനെ സൂചി വെച്ചിട്ട് എളുപ്പത്തിൽ നമ്മളിങ്ങനെ കോർത്ത് തുന്നിയെടുക്കില്ലേ, ആ രീതിയിലാണ് നമ്മൾ തുന്നിയെടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ നൂല് വലിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരെ ഇതുപോലെ ചുറ്റും തുന്നിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരും. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് ഫൈബർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കോട്ടൺ യൂസ് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ പോംപോമാണ് യൂസ് ചെയ്യണത്. എൻ്റെ കയ്യിൽ പോംപോം ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നത് നടുക്കിലായിട്ട്. എന്നിട്ട് നമ്മൾ ഫൈബർ വെച്ച് ഇത് ഫില്ല് ചെയ്തെടുക്കുക, നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വലിച്ച് നമ്മളിങ്ങനെ തുന്നി കൊടുക്കുകയാണ്. അതായത് ആ നൂലൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഞാനിത് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണില്ല, കാരണം നമുക്ക് ബോഡിക്ക് അനുസരിച്ചുള്ളൊരു ഫേസ് വേണമല്ലോ. അപ്പോൾ അത് നോക്കിയപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ബാക്കിൽ, അത് നമുക്ക് ലാസ്റ്റ് കവർ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വെച്ച പോംപോം ഉണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക കേട്ടോ. നടുക്കിലായിട്ടാണ് അത് വേണ്ടത്, മൂക്കിൻ്റെ സ്ഥാനത്താണ്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് 2 സൈഡിലും കണ്ണിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് താടിയുടെ ഭാഗത്തായിട്ട് 2 കണ്ണിൻ്റെയും താഴെയായിട്ട് താടിയുടെ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 പോയിൻറ്റ്സില്ല നമ്മളിട്ടത്, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് 2 സൈഡിലും. ഇനി നമുക്കിത് തുന്നിയെടുക്കണം. അതിനായിട്ട് ഞാനിങ്ങനെ ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ ആദ്യം ഇട്ട പോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കുറച്ചടുത്തായിട്ട് ഇതേപോലെ നമ്മൾ താഴേക്ക് തുന്നിയെടുക്കുകയാണ്. താഴേക്കെന്ന് വെച്ചാൽ നമ്മൾ താഴെയുടെ ഭാഗത്തായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഈ സൂചി ഇങ്ങനെ പുറത്തേക്ക് എടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് തുന്നാനായിട്ട് കുറച്ച് നീളമുള്ള സൂചി എടുക്കുകയാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് സൂചി എടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് നീളം ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ഈസി. ഇതേപോലെ താഴേക്കും താഴേന്ന് മേലേക്കും ഇങ്ങനെ തുന്നിയെടുക്കുക. അതായത് കണ്ണിന് വേണ്ടി നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലൈൻ ഇങ്ങനെ ചെറിയ ഭാഗങ്ങളായിട്ട് തുന്നി കംപ്ലീറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് തുന്നി കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ ആ കണ്ണിന് വേണ്ടി വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കുഴിഞ്ഞ് വരും. കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിങ്ങനെ നിൽക്കും. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു കണ്ണിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഞാൻ മറ്റേ കണ്ണും കൂടി തുന്നിയെടുക്കാനായിട്ട് പോവാണ്. കണ്ടില്ലേ, 2 കണ്ണുകളിവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇങ്ങനെ കുഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. മൂക്കിനായിട്ട് ഞാനിവിടെ 4 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ തുന്നിയെടുക്കുക. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ നമ്മൾ വീണ്ടും സൂചി എടുത്ത് താഴെ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻറ്റിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൂടെ നമ്മൾ വീണ്ടും മേലേക്ക് തന്നെ സൂചി എടുക്കുക. അതായത് നമ്മൾ മേലെയും താഴെയും പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അതിൽ കൂടെയാണ് നമ്മൾ തുന്നിയെടുക്കേണ്ടത്. നൂല് പുറത്ത് കാണാത്ത രീതിയിൽ തുന്നിയെടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ താഴെയുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് കുഴിഞ്ഞ പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൂക്കൊന്നിങ്ങനെ ഉയർന്നിരിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മുടെ മൂക്കിൻ്റെ ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ തുന്നിയെടുക്കാനായിട്ട് പോണത്. ഈ രീതിയിൽ നമ്മൾ മറ്റേ സൈഡിലുള്ള മേലെയും താഴെയും ഡോട്ട് വെച്ചിട്ടുണ്ടല്ലോ,
അതും നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ തുന്നിയെടുക്കാം. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡിലായിട്ട് 2 പോയിൻറ്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലാണ് നമ്മളിനി തുന്നി കൊടുക്കേണ്ടത്. ഇപ്പോൾ തുന്നിയ പോലെ അല്ല കേട്ടോ, ഈ പോയിൻറ്റ്സിൽ കൂടെ ഇങ്ങനെ ഇതേപോലെ തുന്നിയിട്ട് അടുത്ത പോയിൻറ്റിൽ കൂടെയാണ് നമ്മളിനി തുന്നിയെടുക്കേണ്ടത്. അതായത് നൂല് പുറത്ത് കാണുന്ന രീതിയിൽ വേണം നമ്മൾ തുന്നിയെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു 2-3 വട്ടം ഒരു സൈഡിൽ നമ്മൾ തുന്നിയെടുക്കാം. ഇതേപോലെ മറ്റേ സൈഡിലും കൂടി നമുക്ക് തുന്നിയെടുക്കാം. കണ്ടില്ലേ, മൂക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വായയാണ് തുന്നിയെടുക്കേണ്ടത്. അതിനായിട്ട് വായയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ 2 സൈഡിലും ഇതേപോലെ ചെറിയ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നടുക്കിലത്തെ ആ ലൈൻ ഉണ്ടല്ലോ, അതിൽ തുന്നി കൊടുക്കാം. ഇതുപോലെ ബാക്കിലേക്കാണ് ഞാനിത് തുന്നി കൊടുക്കുന്നത്. നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഇതിൽ നമ്മൾ കണ്ണായാലും മൂക്കായാലും വായായാലും ശരി, നമ്മൾ തുന്നി കൊടുക്കണ നൂല് നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തുന്നി കൊടുക്കാനായിട്ട്. അങ്ങനെ തുന്നുമ്പോഴാണ് നമുക്ക് ആ ഒരു പോർഷൻസൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് ഉള്ളിലേക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലത്തെയും കൂടി ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് തുന്നി എടുക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് ലാസ്റ്റിക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണും മൂക്കും വായും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെവി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും സൈഡിലേക്ക് ആയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ടാണ് നമ്മൾ ചെവിയുടെ അവിടെ തുന്നി എടുക്കാനായിട്ട് പോണത്. ഇതേപോലെ തുന്നിയെടുക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും ഇങ്ങനെ തുന്നിയെടുക്കുകയാണ്. ഒരു ലൈൻ പോലെ ഇങ്ങനെ തുന്നി എടുക്കുകയാണ് കേട്ടോ. ഞാൻ വരച്ചിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ തുന്നി കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്തും ചെയ്തെടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ ആ ചെവി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ രീതിയിൽ ഞാൻ മറ്റേ ചെവിയും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 2 ചെവികളും നമ്മളിവിടെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ വൃത്തിയില്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ കുറച്ച് ഭാഗം, അത് നമുക്ക് അതിനാവശ്യമുള്ള ഒരു തുണി കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ വെച്ച് ചേർത്ത് ഇങ്ങനെ ചുറ്റും തുന്നി കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഫൈബറൊന്നും പുറത്ത് കാണില്ല, നല്ല നീറ്റായിട്ട് ഇതിരുന്നോളൂ. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുവാവയുടെ തലയും ബോഡിയും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴുത്തിൻ്റെ ചുറ്റും നമ്മളിങ്ങനെ തുന്നി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. 2ഉം കൂടി ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കാൻ പോവാണ്. നീറ്റായിട്ട് നമ്മൾ തുന്നി കൊടുക്കാം കേട്ടോ, നൂലൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ. അതേപോലെ സെയിം കളർ നൂല് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ 2ഉം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് തുന്നിയെടുക്കുക. അതായത് കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് നൂലെടുക്കുക, എന്നിട്ട് തലയുടെ താഴ്ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ചുറ്റും നമ്മൾ തുന്നിയെടുക്കുക. ഞാൻ കുറച്ച് വലിയ നൂലൊക്കെ എടുത്ത കാരണം കൊണ്ട് ഇടയിൽ കെട്ടുപിടിച്ച് കുറച്ച് കഷ്ടപ്പെട്ടു ഇത് തുന്നിയെടുക്കാനായിട്ട്. അങ്ങനെ ചുറ്റും നമ്മൾ നീറ്റായിട്ട് തുന്നിയെടുക്കാം. ഇതിപ്പോൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്, ചുറ്റും നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുടി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളറിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലുള്ളതും എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ കയ്യിൽ വെച്ച് 10 വട്ടം ഞാനിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൈമേന്ന് എടുക്കുക. ഇതിൻ്റെ നടുക്കിലായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ലൂസായി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 2 വട്ടം നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് വിട്ടുപോരില്ല. എന്നിട്ട് ഇതിൻ്റെ ഈ ഫോൾഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിവർത്തുക. 2 സൈഡിലും അതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഒരു ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഓരോ ത്രെഡും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഒരു 20 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തലയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ആദ്യം നടുക്കിൽ ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ സൈഡിൽ അങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഗ്യാപ്പുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ തുന്നിയും കൂടി കൊടുക്കാം കേട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ. ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് പുരുകം വരച്ച് കൊടുക്കണം. അത്ര ഡാർക്കായിട്ടൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കണ്ണിന് വേണ്ടി നമ്മൾ തുന്നിയിട്ടുണ്ടല്ലോ, ആ തുന്നിയ ഭാഗത്തും നമ്മൾ ഈ കളർ പെൻസിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മൂക്കിലും അതേപോലെ വായയുടെ ഭാഗത്തും കവിളത്തും നെറ്റിയത്തും താടിയിലെല്ലാം ഈ പിങ്ക് കളർ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡോളിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ വൈറ്റ് തുണി ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട്. എന്നിട്ട് കുറച്ച് ലൂസ് കൂട്ടിയെടുക്കുക. ഈ ഒരു തുണി കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ ഡോളിന് എത്ര ഇറക്കത്തിൽ വേണം എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വീതി. ഇതിൽ ഞാൻ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നൂലിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ചെറിയ ഞൊറികൾ പോലെ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ വലിച്ച് ചെറിയ ചെറിയ ഞൊറികൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത വൈറ്റ് തുണിയുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നീളത്തിലാണ് ഞാനിതിങ്ങനെ ഞൊറികൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഈ ഒരു ബ്ലൂ കളർ തുണിയുടെ താഴ്ഭാഗം നൂല് വലിയാത്ത കാരണം കൊണ്ടാണ് ഞാനത് മടക്കി സ്റ്റിച്ച് ചെയ്യാണ്ടിരുന്നത്. ഇനി വൈറ്റ് തുണി ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോളിൻ്റെ മേലെ ഇതേപോലെ ഇങ്ങനെ ചുറ്റി വെച്ച് ബാക്ക് സൈഡിലാണ് ഞാനിതിന് ഓപ്പണിങ് കൊടുക്കുന്നത്. ഇതേപോലെ ഞാനിവിടെ വെൽക്രോ ടേപ്പാണ് യൂസ് ചെയ്യണത്. ഇതേപോലെ എടുത്ത് ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടും ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ മേലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഉടുപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും അതേപോലെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഈസിയാണ്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനൊരു പിങ്ക് തുണി എടുത്തിട്ട് മുമ്പ് ചെയ്ത പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീതി കുറവുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലത്തെ ഷോൾഡറിൽ കൂടെ ഇങ്ങനെ എടുക്കുകയാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലത്തെ ഷോൾഡറിൽ കൂടെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. ഞാനിവിടെ ഒരു പിന്നു കുത്തി കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഇങ്ങനെ ആ തുണിയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ പിന്നു കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ പിന്നു കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഉടുപ്പ് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതേപോലെയാണ് ഉണ്ടാവുക. കൈയിടാനുള്ള സ്പേസ് രണ്ട് സൈഡിലും ഉണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഉടുപ്പിൻ്റെ താഴ്ഭാഗത്തും. ഇനി നമുക്കൊരു ഡയപ്പർ കവർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെൽറ്റ് ക്ലോത്ത് ആണ് എടുക്കുന്നത്. തുണി യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഫെൽറ്റ് ക്ലോത്ത് ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ സൈഡൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ ഇങ്ങനെ വളച്ച് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് താഴ്ഭാഗത്ത് നീളം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മുടെ കുഞ്ഞുവാവയെ ഇതിൽ കിടത്തുക. എന്നിട്ട് ഇതേപോലെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം ഇങ്ങനെ മേലേക്ക് ആക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് വെൽക്രോ ടേപ്പ് ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്, നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ ഇവൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ കമ്മൽ തുന്നി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കുഞ്ഞുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്